എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് മഴതോരും മുമ്പേലെ അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ശിവശങ്കരൻ നാട്ടിലോട്ട് വരികയാണ്. അവിടെ വന്നിട്ട് ഹരിയുടെ കേസിനെ കുറിച്ചെല്ലാം മനുവിനോട് സംസാരിക്കുന്നു. അപ്പോൾ മനു പറയുന്നുണ്ട്, അച്ഛാ ഇത് അമ്മ പറയുന്ന കേട്ട് മാത്രമാണ് അച്ഛൻ എന്നോട് സംസാരിക്കുന്നത്. അച്ഛൻ കരുതുന്നതാണെങ്കിൽ ഇതൊരു നിസ്സാരമായ കേസല്ല, ഇതൊരു പോക്സോ കേസ് കൂടിയാണ്. പെൺകുട്ടിക്ക് 18 വയസ്സായിട്ടില്ല. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പിടിപ്പിച്ചെന്ന് പറഞ്ഞാണ് കേസ്. അതുകൊണ്ട് പെട്ടെന്നൊന്നും അവന് ജാമ്യം പോലും കിട്ടത്തില്ല. സ്റ്റേഷനിൽ അവരെ കാണാൻ പോയ ഗോവർദ്ധൻ അങ്കിളിനോട് CA ചൂടായ സംസാരിച്ചെന്നൊക്കെ മനു ശിവശങ്കരനോട് പറയുന്നുണ്ട്. കേട്ടില്ലേ ശിവേട്ടാ, ഇവൻ സ്വന്തം കൂടപ്പുറപ്പിന് ഒരു അപകടം വന്നാൽ ഇവൻ ഇറങ്ങത്തില്ല. ഇവൻ അലീനയ്ക്ക് ചോദ്യം ചെയ്യാനായിട്ട് അവളെ CA വിളിപ്പിച്ചപ്പോൾ ഇവൻ എന്തൊരു വെപ്രാളമായിരുന്നു. ഞാൻ തടഞ്ഞതുകൊണ്ട് മാത്രം ഇവൻ പോവാതിരുന്നത്. ഇത്രയും ദിവസമായിട്ട് ഇവൻ സ്റ്റേഷനിൽ പോയി ഒന്ന് അന്വേഷിച്ചില്ല. എന്നാലും മനു, നീ സ്റ്റേഷനിൽ പോയി വിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടതല്ലായിരുന്നു. പക്ഷേ ഞാൻ എങ്ങനെ സ്റ്റേഷനിൽ പോവും? സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ പീഡന കേസിലെ പ്രതിയുടെ ചേട്ടനെന്ന് പറഞ്ഞാൽ അവർ വേണേൽ എന്നെയും പിടിച്ച് ജയിലിലാക്കും. എന്താ അച്ഛൻ അതും കൂടി കാണണമെന്ന് ചോദിക്കും. എടാ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നീ തൽക്കാലം അലീനയോട് സംസാരിക്കും. ഞാൻ അലീനയോട് സംസാരിക്കാനാ? അല്ല, അവളെ സ്റ്റേഷനിൽ ചോദ്യം ചെയ്യാൻ വിളിച്ച സമയത്ത് അവളെ ഒരു DYSP മുഖേനയാണല്ലോ അവൾ പുറത്തിറങ്ങിയത്. അപ്പോൾ നമുക്ക് ആ വഴി ഒന്ന് ശ്രമിച്ചാലോ, ഒരു ഹരിയെ പുറത്തിറക്കാൻ? ഇല്ല സാർ, ഞാൻ ഒന്നും അലീനയോട് പറയത്തില്ല. എടാ, കുറച്ച് പൈസ വാരി എറിഞ്ഞാൽ നമുക്ക് DYSP കൈക്കൂലി കൊടുക്കാനോ? നടന്നത് തന്നെ. അച്ഛാ, അലീനയെ ചോദ്യം ചെയ്യാൻ വേണ്ടി ആ CI ഓഫീസിലോട്ട് വിളിപ്പിച്ചത്. എന്നിട്ടും അലീന അവർക്കെതിരെ, അതായത് ഹരിയും രോഹിത്തും കൂടി അവളെ ജ്യൂസിലും മയക്കുമരുന്ന് കലർത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നൊരു കംപ്ലയിൻറ്റ് തയ്യാറാക്കി വെച്ചിട്ട് പോലീസുകാർ ഒപ്പിടാൻ വേണ്ടി നിർബന്ധിച്ചുകൊണ്ടിരുന്നതാണ്. എന്നിട്ട് അലീന അവരെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. ഇത്രയും സമയമായിട്ടും അവൾ ആ പരാതിയിൽ ഒപ്പിടാൻ തയ്യാറായില്ല. അവൾ തെറ്റൊന്നും ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് DYSP വന്ന് അവളെ പുറത്തിറക്കിയത്. ഇത് പീഡന കേസിലെ പ്രതിയായിട്ടുള്ള 4 പേരെ ഞാൻ എന്തിൻ്റെ പേരിൽ അലീനയോട് റെക്കമെൻഡ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. എടാ, നമുക്ക് ശ്രമിച്ചു പോയിക്കൂടെയോ? നിൻ്റെ കൂടപ്പിറപ്പില്ലയോ അവൻ? എൻ്റെ കൂടപ്പിറപ്പാ. മുമ്പ് അലീനയെ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് ഞാൻ അവനോട് എങ്ങനെ പെരുമാറിയെന്ന് അമ്മയ്ക്ക് അറിയാമെന്ന് പറയും. ഇല്ല ശിവേട്ടാ, ഇവൻ ഒരിക്കലും അവൻ്റെ കൂടപ്പിറപ്പിനെ രക്ഷിക്കാൻ ശ്രമിക്കത്തില്ല. അലീനയ്ക്ക് ഒരു അപകടം പറ്റി അവൻ ആ നിമിഷം ഇറങ്ങിപ്പോകുമെന്ന് പറയും. അമ്മ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. ഇപ്പോൾ എല്ലാ തെറ്റും എൻ്റെ ഭാഗത്തായോ? ഞാനാണല്ലോ അവളെ പോയി കൂട്ടിക്കൊണ്ട് വന്നതും അവളെ സംരക്ഷിക്കുന്നതും ഒക്കെ എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിലങ്ങ് സംസാരിക്കുകയാണ്. അതിനുശേഷം രാജീവൻ ശിവശങ്കരനെ വിളിക്കുന്നുണ്ട്. രാജീവൻ ശിവനോട് പറയും, എന്താ ശിവേട്ടാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? ശിവേട്ടൻ നാട്ടിൽ വന്നോ? ഞാനിപ്പോൾ വന്നില്ല. കേസിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണ്ടായോ? മനു കേസിൻ്റെ കാര്യത്തിനൊന്നും സ്റ്റേഷനിൽ പോകത്തില്ലെന്നാണ് പറയുന്നത്. അല്ല, ഇപ്പോൾ വേറെ ആരാ? ഇപ്പം ബാലേന്ദ്രൻ ആശുപത്രിയില്ല. വേറെ ആരുണ്ട് കേസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ? കമലയെ കൊണ്ടങ്ങനെ പറ്റുമോ? അതൊരിക്കും മനു ഒന്നിലും ഇടപെടത്തില്ലെന്ന് പറഞ്ഞ് നിൽക്കുവാണ്. ഇല്ല, അവർ സ്റ്റേഷനിൽ അന്വേഷിക്കത്തില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുക. ഞാൻ അലീനയോട് സംസാരിക്കാൻ അവൻ്റെയൊക്കെ പറഞ്ഞു, പക്ഷെ അവൻ അതിന് തയ്യാറാവുന്നില്ല. അവൾ സ്റ്റേഷനിലായിരുന്നപ്പം അവളുടെ DYSP മുഖേനയാണ് അവൾ പുറത്തിറങ്ങിയത്. നമുക്ക് ആ വഴിയോ ശ്രമിച്ച് നോക്കാം. നീ അലീനയെ ഒന്ന് വിളിക്കാൻ പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല. അവളെ ചോദ്യം ചെയ്യിക്കാൻ വേണ്ടി മാത്രമാണ് വിളിച്ചുകൊണ്ട് പോയതെന്നൊക്കെ പറയുന്നത്. നീ ഒരു കാര്യം രാജീവേ, അവനോടൊന്ന് വിളിച്ച് സംസാരിക്കാൻ പറയും. അത് ശിവേട്ടാ, ഞാൻ പറഞ്ഞ അവൻ കേൾക്കുമോ? തൽക്കാലം നീ ഒന്ന് സംസാരിച്ച് നോക്ക്, അലീനയോടൊന്ന് സംസാരിക്കാൻ പറ എന്നൊക്കെ പറയും. ശരി ശിവേട്ടൻ, വിഷമിക്കേണ്ട, ഞാൻ വിളിക്കാമെന്ന് പറയും. അതിനുശേഷം രാജീവൻ മനുവിനെ വിളിക്കുന്നുണ്ട്. മനുവിനെ വിളിച്ച് പറയും, മനു മോനെ, സുഖമാണോടാ? എന്ത് സുഖമാണ് ചെറിയച്ച, നല്ല സുഖമില്ലയോ? നേരം വെളുക്കുമ്പോൾ ചാനലിലും പത്രത്തിലും എല്ലാം പീഡന കേസിലെ പ്രതികളുടെ ഫോട്ടോയും വാർത്തയും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. വീട്ടിൽ നിന്ന് പുറത്ത് നാട്ടുകാർ മൊത്തം ഗേറ്റെല്ലാം തല്ലിപ്പൊളിക്കുക, അതുപോലെ ഓരോന്നൊക്കെ തല്ലി നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം കാരണം അവനല്ലേ? എടാ, നീ ഇത്രയൊക്കെ സംഭവിച്ചിട്ട് നീ ആ സ്റ്റേഷനിൽ പോയി ഒന്ന് അന്വേഷിക്കുകയും ചെയ്തില്ലല്ലോ. ഞാൻ പറഞ്ഞേ ഇല്ലയോ, അച്ഛനോട് ഞാൻ പറഞ്ഞത് ഞാൻ ഈ കേസിൽ ഇടപെടത്തില്ലെന്നുള്ളത്. മുമ്പ് അവന് ഒന്നല്ല ഒരുപാട് തവണ അവന് വാണിംഗ് കൊടുത്തതാണ്. അലീനെ അവൻ ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ച സമയത്ത് ഞാൻ അവനെ തല്ലി ശരിയാക്കിയതാണ്. എന്നിട്ട് പോലും അവൻ നന്നായില്ല. ഒരു സ്വന്തം കാമുകിയെ, അതും ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ആ കുട്ടിയെ ചതിച്ച് ആൾതാമസമില്ലാത്ത ഒരു വീട്ടിൽ കൊണ്ടുവരിക, അവൻ്റെ കൂട്ടുകാർക്കൊക്കെ പങ്കിട്ട് കൊടുക്കുക. ഇത്രയൊക്കെ ചെയ്താൽ അവനെ ഇനി ആര് സംരക്ഷിക്കും? അവൻ ആ രോഹിത്തിനെ കൂടി ഇതിൽ പെടുത്തിയെന്ന് പറയും. എടാ, സംഭവിച്ചതെല്ലാം സംഭവിച്ചു. അവൻ ചെയ്തത് വലിയൊരു ക്രൈം തന്നെ, അത് ഞാൻ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ അവനെ ഒറ്റപ്പെടുത്തുന്നത് ശരിയല്ല. നീ സ്റ്റേഷനിൽ പോയി വിവരങ്ങളൊന്ന് അന്വേഷിച്ചെന്നുള്ളത് പോട്ടെ. അതിനുശേഷം നീ വക്കീലിനെ കാണി ജാമ്യത്തിൽ ഇറക്കാനെങ്കിലും ശ്രമിക്കണ്ടായോ? ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കണം. നീ അലീനയെ ഒന്ന് കണ്ട് സംസാരിക്കണം. അലീനയോട് ഞാനെന്ത് സംസാരിക്കാനാണ്? അത് എടാ, അച്ഛനായിരിക്കും ചെറിയച്ഛനെ വിളിച്ച് സംസാരിച്ചതെന്ന് പറയും. എടാ, അത് ശിവേട്ടൻ്റെ മോനല്ലേടാ അവൻ. ഈ സമയത്ത് ശിവേട്ടൻ അത്രയെങ്കിലും ചെയ്യണ്ടായോ? ഞാൻ അലീനയോട് എന്ത് പറയണമെന്നാണ്? അലീനയെ DYSP വന്ന് പുറത്തിറക്കിയതിന് പകരം ഹരിയെ പുറത്തിറക്കാൻ പറയണോ? അല്ല, നീ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വഴിക്കും ശ്രമിച്ച് നോക്കാം.
അത് ചോദിക്കും നടക്കത്തില്ല ചെറിയച്ഛാ, ഞാൻ അലീനോടൊന്നും സംസാരിക്കത്തില്ല, അവൻ അല്ലാതെ ജാമ്യത്തിൽ ഇറങ്ങിയാൽ മതിയെന്ന് പറയും. അതും അവിടെ രക്ഷയില്ലെന്ന് കരുതി രാജീവ് ഫോൺ കട്ട് ചെയ്യാണ്. അതിനുശേഷം കൃഷ്ണേച്ചിയോട് പറയും, മോളെ ഞാൻ അച്ഛനെ കാണാൻ ഹോസ്പിറ്റൽ വരെ പോയിട്ട് വരാം, മോള് കതകെല്ലാം അടച്ചിരിക്കണം, ആരും വന്ന് വിളിച്ചാലും ഞാനോ ഗോവർദ്ധൻ അങ്കിളോ മനുവേട്ടനോ അല്ലാതെ ആരും വന്ന് വിളിച്ചാലും കതക് തുറക്കല്ലെന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് ഹോസ്പിറ്റലിലോട്ട് ചെല്ലുന്നത്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ബാലേന്ദ്രൻ പറയും, മോളെ നിന്നെ പോലീസുകാർ സ്റ്റേഷനിൽ നിന്ന് എപ്പോഴാണ് വിട്ടത്, എന്തുമായിരുന്നു അവരുടെ കണ്ടീഷൻ എന്നൊക്കെ ചോദിക്കും. ഒരുപാട് നേരം വൈകിയ അച്ഛാ എന്നെ സ്റ്റേഷനിൽ നിന്ന് വിട്ടത്, പാലാ DYSP വന്നതിന് ശേഷമാണ് എന്നെ വിട്ടത്. പിന്നെ കുറവലങ്ങാട്ടിലുള്ള ഗ്രേസി ആൻറ്റിയുടെ ഒരു റിലേറ്റീവ് മുഖേനയാണ് എനിക്ക് പുറത്തിറങ്ങാൻ സാധിച്ചത്, രേവതി കുട്ടിയാണ് ഇതിനെല്ലാം മുൻകൈ എടുത്തതെന്നൊക്കെ പറയും. ഈ സമയത്ത് അവർക്ക് അങ്ങനെ ഒരു വലിയ ഉപകാരം ചെയ്യാൻ പറ്റിയല്ലോ എന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. എന്തായിരുന്നു അവരുടെ ഡിമാൻഡ്? ഞാൻ രോഹിത്തിനെതിരെ അവർ തയ്യാറാക്കിയ കംപ്ലയിൻറ്റ് ഒപ്പിടണമെന്നായിരുന്നു, എനിക്കതിന് കഴിയുമോ അച്ഛാ? നീ എന്താ പരാതിയിൽ ഒപ്പിട്ട് കൊടുക്കാഞ്ഞെന്ന് ബാലേന്ദ്രൻ ചോദിക്കും. അച്ഛൻ എന്തായി പറഞ്ഞു? അവനെൻ്റെ സ്വന്തം കൂടപ്പിറപ്പല്ലേ, എൻ്റെ അമ്മ പ്രസവിച്ച മകനല്ലേ, അവനൊരു തെറ്റ് ചെയ്യാൻ ശ്രമിച്ചു, അതിലവന് കുറ്റബോധമുണ്ട്, അവനിനി അങ്ങനെയൊന്നും ആവർത്തിക്കത്തില്ല. പോലീസുകാർ പറയുന്നത് ഞാൻ ഈ പരാതിയിൽ ഒപ്പിട്ട് കൊടുത്ത് അവർക്ക് ഇപ്പം നിലവിലുള്ള കേസ് ബലപ്പെടുത്താൻ വേണ്ടിയാണ്. എനിക്കതിന് കഴിയുമോ അച്ഛാ? നമുക്ക് രോഹിത്തിനെ ജാമ്യത്തിൽ ഇറക്കണ്ടായോ? അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് തന്നെ ഇപ്പോഴും എൻ്റെ വിശ്വാസം. അവനെ ജാമ്യത്തിൽ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് അവനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. അവൻ നിരപരാധിയാണെങ്കിൽ നമുക്ക് അവനെ കേസിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റും. ഗോവർദ്ധൻ അങ്കിൾ അതിനു വേണ്ടി വക്കീൽ ഓഫീസിൽ ഇറങ്ങുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ജാമ്യത്തിൽ ഇറക്കാവുന്ന വക്കീൽ പറയുന്നത് എന്നൊക്കെ പറയും. ഞാൻ എന്ത് ചെയ്യാൻ ഇവിടെ കിടന്നുകൊണ്ട്? അച്ഛൻ ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട, അച്ഛൻ റെസ്റ്റ് എടുക്കണം. ഇപ്പോഴത്തെ അവസരം അച്ഛൻ റെസ്റ്റ് എടുത്താൽ മാത്രം മതി. അച്ഛൻ ആരോഗ്യം വീണ്ടെടുക്കാൻ ശ്രമിക്കുക, അല്ലാതെ അച്ഛൻ ഒന്നും ചെയ്യേണ്ട, അച്ഛൻ സ്ട്രെയിൻ ചെയ്യരുത്, ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം, ഗോവർദ്ധൻ അങ്കിളും ഞാനുമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തോളാം, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, വീട്ടിലെല്ലാവരും സുരക്ഷിതരാ എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നിൻ്റെ ഈ മനസ്സിൻ്റെ നന്മയൊന്നും കാണാൻ ആർക്കും തയ്യാറായില്ലല്ലോ മോളെ എന്ന് പറഞ്ഞ് കൈ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ബാലേന്ദ്രൻ സുഖപ്പെട്ട് വീട്ടിലോട്ട് വന്നതിന് ശേഷം വേണം ഇനി രോഹിത്തിൻ്റെ ജാമ്യത്തിനൊക്കെ വക്കീലിനെ കാണാനൊക്കെ പോകാൻ ബാലേന്ദ്രൻ മുന്നിട്ടിറങ്ങും. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. നന്ദി.